गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। अद्वैतानंद चिन्मात्र ज्योतिर्नारायणात्मकम् चकास्तु धर्मबोधाय नित्यमव्याहदात्मनाम्। ओम श्रीनारायण परमगुरवे नमः। എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയാണ് നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൃതിയിലെ മൂന്നാമത്തെ അധ്യായത്തിന്റെ വിചാരമാണ് ആരംഭിച്ചത്. മൂന്നാമത്തെ അധ്യായത്തിന്റെ പേര് സാമാന്യ ധർമ്മ നിരൂപണം എന്നാണ്. ആദ്യത്തെ രണ്ട് അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ച ധർമ്മത്തിന്റെയും ഗുരുവിന്റെ സമന്വയ ദർശനത്തിന്റെയും ഒരു പ്രായോഗിക രൂപം നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, അതിനുവേണ്ടി ധർമ്മത്തെ അനുഷ്ഠിക്കണം. ധർമാനുഷ്ഠാനമാണ് മൂന്നാം അധ്യായം തൊട്ടുള്ള പ്രതിപാദ്യ വിഷയം. ധർമാനുഷ്ഠാനത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് അനുഷ്ഠാന പഞ്ചകങ്ങളാണ്. അനുഷ്ഠാന പഞ്ചകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മ പഞ്ചകം, ശുദ്ധി പഞ്ചകം, യജ്ഞ പഞ്ചകം എന്നിവയാണ്. അതില് ധർമ്മ പഞ്ചകത്തെ കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനനം ചെയ്തത്. യഥാക്രമം അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം, ഈ 5 ധർമ്മങ്ങളെയാണ് ധർമ്മ പഞ്ചകം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ അവസാനം ശ്രദ്ധിച്ചത് അവ്യഭിചാരമായിരുന്നു. വീക്ഷണം പരനാരീണാം കാമസങ്കൽപ പൂർവകം തത് സല്ലാപ തദ് യോഗോ വ്യഭിചാര ഇതി സ്മൃതഃ. കാമസങ്കൽപപൂർവകം പരസ്ത്രീകളെ നോക്കുക, അവരുമായി സംസാരിക്കുക, അവരുമായി ചേരുക, ഇതിനെയെല്ലാം വ്യഭിചാരം എന്ന് പറയുന്നു. ഈ വ്യഭിചാരം ഇല്ലാത്ത അവസ്ഥയാണ് അവ്യഭിചാരം എന്ന് പറയുന്നത് എന്ന് ഗുരു പറയുകയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് അവ്യഭിചാരത്തിന്റെ അർത്ഥത്തെ നാം ഗ്രഹിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സവിസ്തരം ചിന്തിച്ചു. അപ്പൊ വ്യഭിചാരത്തിന്റെ ചില ദോഷവശങ്ങള് ചൂണ്ടിക്കാണിക്കുകയാണ് അടുത്ത ശ്ലോകങ്ങളിൽ. പറയുന്നു, സ്ഥാനമാന ധന ജ്ഞാനാചരണാംസു കുലസ്യ ച പ്രാണസ്യാകാലികോ നാശോ വ്യഭിചാരേണ ജായതേ. ശ്ലോകം 75. അതിൽ പറയുന്നു, വ്യഭിചാര കർമ്മത്താൽ സ്ഥാനം, മാനം, ധനം, ജ്ഞാനം, ആചാരം ഇവയ്ക്കും സ്വകുലസ്യ ച പ്രാണസ്യ ച അകാലികഃ നാശഃ ജായതേ. ഇവയ്ക്കും കൂടാതെ സ്വകുലത്തിനും
എന്തിനു പറയുന്നു? തന്റെ ജീവന് പോലും അകാലമായ നാശം വ്യഭിചാര വൃത്തിയെ കൊണ്ട് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. നമ്മൾ ലോകത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യഭിചാരത്തെ നിർവചനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ആധാരത്തിൽ എന്താണ് അവ്യഭിചാരം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ആ നിർവചനങ്ങളുടെ ആധാരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ പല ഉന്നത ശ്രേണിയിൽ ഇരുന്ന വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ആരോപണങ്ങളും അതേപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികളും പലപ്പോഴായിട്ട് വന്നിട്ടുണ്ടാകാം. പക്ഷെ അതിലൊക്കെ പിടിച്ചു നിൽക്കാനും അതിനെ മറികടക്കാനുമുള്ള ശക്തി അവർക്കുണ്ടായിട്ടുണ്ടാകാം. എന്നാൽ ഈ വ്യഭിചാരം എന്ന ദോഷത്തിൽ അവർ പെട്ടുകഴിഞ്ഞാൽ, പ്രായണ ഏത് ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകളായാലും അവർ നിബന്ധിച്ച ചരിത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ വ്യഭിചാരം എന്നുള്ളത് അത്യധികം ദോഷയുക്തമായ ഒരു ദുർഗുണമാണ്. ആ വ്യഭിചാര കർമ്മത്തെ ആചരിച്ചു കഴിഞ്ഞാൽ താൻ ഇതുവരെ നേടിയെടുത്ത എല്ലാ സത്പേരുകളും ഇല്ലാതാകും. എന്തിനു പറയുന്നു? തന്റെ പ്രാണൻ വരെ ഇല്ലാതാകുമെന്ന് ഗുരുദേവൻ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകം നോക്കൂ. ദിവാപ്യന്തം തമപുംസോ വ്യഭിചാരമുപേയുഷ തസ്മാത് നിയതിദത്തം യത് സുഖം തച്ച വിനശ്യതി. പറയുകയാണ്, വ്യഭിചാരം ഉപേയുഷ, വ്യഭിചാര മാർഗത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തി, പുംസഹ എന്ന് പറഞ്ഞ ഒരു പുരുഷൻ, ഒരു വ്യക്തി, ദിവാ അഭി അന്ധം തമ, അവനെ സംബന്ധിച്ച് പകലും രാത്രിയാണ്. തസ്മാത് നിയതിദത്തം യത് സുഖം തച്ച വിനശ്യതി. അതിനാൽ സ്വാഭാവികമായിട്ട് പ്രകൃതിദത്തമായിട്ട് ആ വ്യക്തി അനുഭവിക്കേണ്ടുന്ന സുഖം, ആ സുഖം പോലും ആ വ്യക്തിക്ക് നഷ്ടപ്പെടുന്നു. മുമ്പിൽ പകലാണെങ്കിലും ആ വ്യക്തിയെ സംബന്ധിച്ച് അത് ഭയപ്പെടുത്തുന്ന അന്ധകാരമായിട്ട് മാറുന്നു. ഒരു വ്യക്തി, ആ വ്യക്തി തന്റെ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തില് ഭാര്യാസമേതനായിട്ട് വിഹിതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ആ വിഹിതമായ കർമ്മത്തിലൂടെ അവന് സുഖാനുഭവം ഉണ്ടാകും. ഈ സുഖാനുഭവം ഉണ്ടാകണമെങ്കിൽ മാനസികമായ അനുകൂലമായ സാഹചര്യങ്ങൾ, മാനസികമായ അനുകൂലമായ സാഹചര്യം ഇല്ലെങ്കിൽ സുഖാനുഭവത്തെ നേടുന്ന കർമ്മം ചെയ്താലും ആശങ്കയും ഭയവും മറ്റ് ഗതികളും കാരണം ആ സ്വാഭാവികമായിട്ടുള്ള സുഖാനുഭവം പോലും ആ വ്യക്തിക്ക് നിഷേധിക്കപ്പെടുന്നു, നഷ്ടപ്പെടുന്നു എന്ന് പറയുക. അതുകൊണ്ട് തനിക്ക് വിഹിതമായ രീതിയിലുള്ള സുഖാനുഭവത്തെ നേടുവാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായ സുഖമെങ്കിലും നേടിയെടുക്കാൻ സാധിക്കും. വ്യഭിചാര മാർഗത്തിലേക്ക് പോയൊരു വ്യക്തിക്ക് ഏത് നിമിഷവും ഉൾഭയമാണ്. താൻ സമൂഹത്തിന്റെ മുമ്പിൽ ഇതുവരെ കാണിച്ചിരുന്ന തൻ്റെ സത്പ്രവൃത്തികള്, തൻ്റെ നല്ല പേര്, സ്ഥാനം, ഇതെല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഏത് നിമിഷവും ആ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ആ ഭയത്തിന്റെ ആധാരത്തിൽ ആ വ്യക്തി ഏത് സുഖത്തെ നേടുവാൻ വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാലും മനസ്സിന്റെ അസ്വസ്ഥത കാരണം സ്വാഭാവികമായ സുഖം പോലും ആ വ്യക്തിക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്നൊരു വലിയ സത്യത്തെ ഗുരുദേവൻ ഈ 80-ാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നു. ഇനി അടുത്ത ശ്ലോകം നോക്കൂ. സ്വപത്നി പരസംസർഗോ കസ്യാപീഹ ന രോചതി വർജയത് വ്യഭിചാരം തത് ഇഹാമുത്ര ശുഭാഗ്രഹി. സ്വപത്നി പരസംസർഗം, തന്റെ ഭാര്യയുടെ പരസംസർഗം, ഇഹ കസ്യാപി ന രോചതി, ഇവിടെ ഒരു ഭർത്താവ് തന്നെ ഇഷ്ടപ്പെടുന്നില്ല. തത് ഇഹ അമുത്ര, അതുകൊണ്ട് ഈ ലോകത്തിലും പരലോകത്തിലും ശുഭാഗ്രഹി, ശ്രേഷ്ഠമായ സന്തോഷത്തെ, ശുഭത്തെ ആഗ്രഹിക്കുന്ന വ്യക്തി വ്യഭിചാരം വർജ്യത്, വ്യഭിചാരത്തെ പൂർണ്ണമായിട്ട് വർജിക്കണം. അപ്പൊ വ്യഭിചാരത്തിന്റെ ദോഷത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഗുരുദേവൻ ഒരു ഉദാഹരണം പറയുകയാണ്. ഏതൊരു വ്യക്തിയും എത്ര ആധുനികത പറഞ്ഞു കഴിഞ്ഞാലും, എത്ര സ്വാതന്ത്ര്യം പറഞ്ഞു കഴിഞ്ഞാലും അവന്റെ കുടുംബത്തിലേക്ക് ആ സ്വാതന്ത്ര്യമോ ആധുനികതയോ വിശാലതയോ ഒന്നും കൊണ്ടുവരാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തി പറയുകയാണ്,
ഒരു പ്രത്യേക ആശയത്തിൽ, പ്രത്യേക ആദർശത്തിൽ വിശ്വസിക്കുകയാണ്. നമുക്ക് ഈ ലോകത്തിൽ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, നമ്മളെല്ലാം മനുഷ്യരാണ്, ഒരു ബന്ധവും നമ്മെ തടയുകയില്ല. യാവത് ജീവേത് സുഖം ജീവേത്, ഋണം ഋത്വ ഋതം പിബേത്, ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഃ. പഴയൊരു മന്ത്രമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചാർവാക മഹർഷി എന്നൊരു മഹർഷിയാൽ എഴുതപ്പെട്ട മന്ത്രമാണ്. യാവത് ജീവേത് സുഖം ജീവൻ, ഏത് കാലം വരെ ജീവിക്കുന്നുവോ സുഖമായിട്ട് ജീവിച്ചോളൂ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഋണം ഋത്വ ഋതം പിബേത്. ഋണം എന്ന് പറഞ്ഞാൽ കടം. കടം വാങ്ങിച്ചിട്ടായാലും നെയ്യ് കുടിച്ചോളൂ. നെയ്യ് എന്ന് പറഞ്ഞാൽ സുഖഭോഗങ്ങൾ അനുഭവിച്ചോളൂ. അപ്പൊ നമുക്ക് സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ നമ്മുടെ ധനമില്ല എന്ന് കരുതുക, കടം വാങ്ങിക്കുക, ആവോളം തോന്നിയ പോലെ സുഖഭോഗങ്ങൾ അനുഭവിച്ചോളൂ. എന്തുകൊണ്ട്? ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഃ. ഒരൊറ്റ ജന്മമേ നമുക്കുള്ളൂ. ഈ ശരീരം മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കൊണ്ടേ കത്തിക്കും, ഭസ്മമായി തീരും. ഭസ്മമായി തീരുന്ന ശരീരത്തിന് പുനരാഗമനം കുതഃ, ഇനി ഒരു തിരിച്ചുവരവുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ ജന്മം പരമാവധി ഇന്ദ്രിയ സുഖലോലുപതയിൽ അഭിരമിച്ചോളൂ എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ഈ ശ്ലോകത്തിൽ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ ഒരു ഭൗതികവാദി ആണെങ്കിൽ പോലും അവന്റെ കുടുംബത്തിൽ ഇതൊന്നും പ്രായോഗികമാക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അവന്റെ ഭാര്യയും മക്കളും ഒക്കെ അവന്റെ ഇച്ഛാനുസാരണം നടന്നോളം, അവൻ എങ്ങനെയെങ്കിലും തോന്നിയ പോലെ ജീവിച്ചോളാം. അവൻ ഏത് സമയത്തും, ഏത് പാതിരാത്രി സമയത്തും വീട്ടിലേക്ക് കയറി വരാം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എത്ര ദിവസങ്ങൾ കഴിഞ്ഞും കയറി വരാം. അതൊന്നും ഒരു വിഷയമേ. അതൊക്കെ അവന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അല്ല, അവന്റെ ഭാര്യയോ മകളോ ആ രീതിയെ അനുവർത്തിക്കുകയാണെങ്കിൽ അവൻ സമ്മതിക്കുന്നു. നമ്മൾ നിരീക്ഷിക്കൂ, നമ്മുടെ ഇന്നത്തെ ലോകത്ത് ഈ വലിയ വലിയ വിപ്ലവം പറയുന്ന, സ്വാതന്ത്ര്യം പറയുന്ന ആ വ്യക്തികളുടെ കുടുംബങ്ങളിൽ ഇതൊന്നും നടക്കില്ല. അതുകൊണ്ട് ഗുരു ഒരു പ്രത്യേക രീതിയിൽ ഇതിനെ അവതരിപ്പിക്കുകയാണ്. തൻ്റെ ഭാര്യ, ഇവിടെ തൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ തിരിച്ചു മനസ്സിലാക്കാം, സ്ത്രീയുടെ വിഷയത്തിൽ തൻ്റെ ഭർത്താവ് എന്ന് മനസ്സിലാക്കാം. തൻ്റെ ഭാര്യ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഒരു പുരുഷനും തന്നെ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ആ പുരുഷൻ മറ്റു സ്ഥലങ്ങളിൽ തേടി പോകുന്നത്? അതുകൊണ്ട് വ്യഭിചാരം എന്ന് പറയുന്ന ആ വ്യഭിചാരത്തെ നാം ആചരിക്കുകയാണെങ്കിൽ, അതിനെ ചെയ്യുകയാണെങ്കിൽ അടുത്ത ജന്മത്തിലോ അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിലോ മാത്രമല്ല, ഈ ലോകത്തിൽ, ഈ ജന്മത്തിൽ തന്നെ നമുക്ക് യാതൊരു ശുഭവും ലഭിക്കില്ല. അതുകൊണ്ട് ഈ ജന്മത്തിലും വരാൻ പോകുന്ന ലോകത്തിലും സുഖത്തെ, ശുഭത്തെ ആഗ്രഹിക്കുന്ന ആള് ഒരിക്കലും വ്യഭിചാര മാർഗത്തെ അവലംബിക്കരുത് എന്ന് ഗുരു പറയുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വ്യഭിചാരത്തെ ഉപസംഹരിക്കാം. അപ്പം വ്യഭിചാരം എന്താണ്, അവ്യഭിചാരം എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അപ്പൊ ആ ക്ലാസ്സിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ശ്ലോകങ്ങളെ നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് പഞ്ചധർമ്മങ്ങളിൽ അടുത്ത ധർമ്മമായ, അവസാന ധർമ്മമായ മദ്യനിഷേധത്തിലേക്ക് കടക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. മദ്യവർജനം അഥവാ മദ്യനിഷേധം. ശ്ലോകം 82 മുതൽ ശ്ലോകം 88 വരെയുള്ള ശ്ലോകങ്ങളിൽ മദ്യവർജനം എന്താണെന്ന് ഗുരു പറഞ്ഞിരിക്കുന്നു. നമുക്കത് ഒരുമിച്ച് ചൊല്ലാം. എല്ലാ ശ്ലോകങ്ങളും ഒരുമിച്ച്, മീൻസ് ആ ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിക്കാം. മദ്യനിഷേധം. ബുദ്ധേർവൈകല്യജനകം മദ്യമിത്യുച്യതേ ബുധൈഃ മദ്യസേവാം ന കുർവീത മദ്യം വിഷസമം വിദുഃ സുരാഹിഫേന വിജയാ ധൂമപത്രാദിവത്സലാ ചിത്തഭ്രമവിദായിത്വാത് മദ്യത്വേനേഹ ഗണ്യതേ മദ്യസ്യ വിക്രയാദേന സന്ദാനം ദാനമേവ ച തദാവി നാചരേത് ധീമാൻ മഹാപാതുകഹേതുകം മദ്യപാനാത് വീതലജ്ജം ജിഹാസന്ത്യപി ബാലകാഃ വിഷൂജിഗ്രസ്തമിവ തം ജുഗുപ്സന്തേ വിവേകിനഃ മദ്യകർത്താ പൂതികന്ദിഃ ഫലശ്ചാസ്യ നികേതനം ദുർഗന്ധകലുഷം തേന സ്പൃഷ്ടം സർവമപി ദൃശം
മദ്യാസക്തം സ്വസ്യ ഭാര്യ പിതാ മാതാ സഹോദരഃ പുത്രോ വിച്ഛേശ്വരാദ്വേഷ്ടി തസ്മാൻ മദ്യം പരിത്യജേത് ഇതീരിതം സാധുജനാഭിനന്ദിതം പരോപകൃത്യൈ ലഘുധർമ്മ പഞ്ചകം ഇദം തദവ്യാഹതമാചരന്തി യേ പരം സുഖം യാന്തി പരത്ര ചേഹതേ. ഇതിന്റെ അർത്ഥങ്ങൾ 82 മുതലുള്ള അർത്ഥങ്ങളും ചിന്തിക്കാം. മദ്യം ബുദ്ധിക്ക് ഭ്രമത്തെ ഉണ്ടാക്കുന്ന വസ്തുവാണ്, വിഷതുല്യമാണ്. അതിനാൽ മദ്യപാനം ആരും ചെയ്യരുത്. കള്ള്, കറുപ്പ്, കഞ്ചാവ്, പുകയില തുടങ്ങിയവ ബുദ്ധിഭ്രമം ഉണ്ടാക്കുന്നതിനാൽ മദ്യത്തിന്റെ കൂട്ടത്തിൽ ഗണിക്കപ്പെടുന്നു. മദ്യം പാപത്തെ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് ബുദ്ധിമാനായ ഒരാൾ അതിനെ വിൽക്കുകയോ അന്യർക്ക് കൊടുക്കുകയോ സ്വയം വാങ്ങുകയോ ശേഖരിച്ചു വെക്കുകയോ ഒരിക്കലും ചെയ്യരുത്. കള്ളു കുടിച്ച് നാണം കെട്ടവനെ കാണാൻ പോലും കൊള്ളാത്തവനാണെന്നും മറ്റും പറഞ്ഞ് പരിഹസിച്ച് കേവലം തിരിച്ചറിവില്ലാത്ത ബാലന്മാർ പോലും ത്യജിക്കുന്നു. വിവേകികൾ വിഷൂചി പിടിപെട്ടവനെ എന്ന പോലെ മദ്യം കഴിക്കുന്നവനെ വെറുക്കുന്നു. മദ്യം ഉണ്ടാക്കുന്നവൻ ദുർഗന്ധമുള്ളവനായി തീരുന്നു. അവന്റെ വസ്ത്രവും ഭവനവും ദുർഗന്ധമായിരിക്കും. തന്നെയല്ല, അവൻ തൊടുന്ന സർവ്വ വസ്തുക്കളും ദുർഗന്ധമുള്ളതാകും. മദ്യപാനിയായ അവന്റെ ഭാര്യ, അച്ഛൻ, അമ്മ, സഹോദരൻ, പുത്രൻ, ഈശ്വരൻ, മദ്യപാനിയായ അവനെ അവന്റെ ഭാര്യ, അച്ഛൻ, അമ്മ, സഹോദരൻ, പുത്രൻ എന്തിനു പറയുന്നു, ഈശ്വരൻ പോലും വെറുക്കുന്നു. അതുകൊണ്ട് ആരും മദ്യപിക്കരുത്. ഇത്രയുമാണ് മദ്യപാനത്തിന്റെ അല്ലെങ്കിൽ മദ്യ സേവനത്തിന്റെ ദോഷഫലങ്ങളായിട്ട് ഗുരു പറഞ്ഞിരിക്കുന്നത്. അതിനാൽ എല്ലാവരും മദ്യം വർജിക്കണമെന്നും പറയും. ഇവിടെ 82-ാമത്തെ ശ്ലോകത്തില് ബുദ്ധേർ വൈകല്യ ജനകം എന്നൊരു വാക്ക് കാണാം. അതേപോലെ 83-ാമത്തെ ശ്ലോകത്തിൽ ചിത്ത ഭ്രമ വിദായിത്വാദ് എന്ന വാക്കും കാണാം. അപ്പൊ എന്താണ് മദ്യം? മദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയെ വൈകല്യത്തിലേക്ക് കൊണ്ടുപോകുന്നതും നമ്മുടെ മനസ്സിന്റെ താളാത്മകതയെ നഷ്ടപ്പെടുത്തുന്നതും ചിത്തം ഭ്രമ വിദായിത്വാദ്. ഇതിനെയാണ് മദ്യം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഒരു മനുഷ്യനെ നമ്മൾ ആരോഗ്യമുള്ളയാളെന്ന് പറയണമെങ്കിൽ ആ വ്യക്തിയുടെ പ്രതികരണം, സംവേദനകളോട് ആ വ്യക്തി ശാരീരികമായിട്ടും മാനസികമായിട്ടും എങ്ങനെ പ്രതികരിക്കുന്നു എന്നും വിലയിരുത്തി നമുക്ക് ആ വ്യക്തിയുടെ ആരോഗ്യത്തെ മനസ്സിലാക്കാൻ കഴിയും. ശാരീരികമായിട്ടുള്ള സംവേദന, ആ സംവേദനയോട് തീക്ഷ്ണമായിട്ടും പ്രതികരിക്കരുത്, അതിമൃദുവായിട്ടും പ്രതികരിക്കരുത്. അതേപോലെ മാനസികമായ സംവേദന, ആ മാനസികമായ സംവേദനയോട് തീക്ഷ്ണമായിട്ടും പ്രതികരിക്കരുത്, അതിമൃദുവായിട്ടും പ്രതികരിക്കരുത്. സാമാന്യ രൂപത്തിൽ ചില കാര്യങ്ങളോട് നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രതികരിക്കേണ്ടി വരും, ചില കാര്യങ്ങളോട് മൃദുവായിട്ട് പ്രതികരിക്കേണ്ടി വരും. പക്ഷെ സാമാന്യ രൂപത്തില് നമ്മുടെ പ്രതിപ്രവർത്തനം, ബാഹ്യമായ സംവേദനകളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മുടെ മനസ്സ് എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മുടെ ബുദ്ധി എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ വിലയിരുത്തി നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ മനസ്സിലാക്കാൻ കഴിയും. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അഗ്നി, ഇവിടുന്ന് താഴെ ഒരു അഗ്നിയുണ്ട്, തീ. ആ തീ നമ്മുടെ കാലേ കൊണ്ട് ഉടനെ നമ്മൾ അതിനോട് പ്രതികരിക്കുന്നു. നമ്മൾ ഉടനെ വലിച്ചു മാറ്റുന്നു കാലം. ഇനി വലിച്ചു മാറ്റുന്നില്ല, കാലം അങ്ങനെ വെക്കുന്നു. നാം എന്തുകൊണ്ട് വലിച്ചു മാറ്റുന്നു? കാരണം വേദന എന്ന് പറയുന്ന ഒരു അനുഗ്രഹം നമുക്കുണ്ട്. ആ വേദന എന്ന് പറയുന്ന അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഈ അഗ്നി എൻ്റെ പ്രാണനെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വസ്തുവാണെന്ന് ശരീരത്തിന് മനസ്സിലായി. ഉടനെ ആ അഗ്നിയുടെ സാമീപ്യത്തിൽ നിന്ന് ശരീരം ഉടനെ ഒരുപാട് അകന്നു മാറും. കാരണം ആ വേദന വരുന്നു, നാം കാല് വലിച്ചു മാറ്റുന്നു. ഇതിനെയാണ് പ്രതികരണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നല്ല അഗ്നി നമ്മുടെ കാലിൽ കൊള്ളുന്നു, പക്ഷെ നമുക്ക് ആ വേദനയെ അനുഭവിക്കാൻ കഴിയുന്നില്ല, അറിയാൻ കഴിഞ്ഞില്ല. എന്താ സംഭവിക്കുക? നമുക്ക് ആ വേദനയെ നമുക്ക് ഒട്ടും അറിയാൻ കഴിയുന്നില്ല എന്ന് സങ്കല്പിക്കൂ. വേദന അറിയാൻ കഴിയുന്നില്ലെങ്കിൽ ക്രമേണ അഗ്നി ശരീരത്തെ മുഴുവനായിട്ട് ഭസ്മീകരിക്കും, പ്രാണൻ നഷ്ടപ്പെടും.
ആ ബാഹ്യമായിരിക്കുന്ന സംവേദനകളോട് ഉചിതമായ രീതിയിൽ പ്രതികരിക്കുക, പ്രതിപ്രവർത്തനം നടത്തുക എന്നുള്ളത് ശരീരത്തിന്റെ, മനസ്സിന്റെ ആരോഗ്യകരമായ അവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇനി മാനസികമായ സംവേദനകൾ. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷത്തിന്റെ ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നു, ഒരുപാട് സന്തോഷത്തിന്റെ വാർത്ത. ആ സന്തോഷത്തിന്റെ വാർത്തയെ അതിനോട് മനസ്സ് ഒരു മിതമായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ചിത്തഭ്രമം വരും. നമുക്ക് അത്യധികമായ സന്തോഷം വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ആ ഒരു താളാത്മകത നഷ്ടപ്പെടുകയും ചിത്തഭ്രമം സംഭവിക്കുകയും ചെയ്യും. അതേപോലെ അതീവ ദുഃഖകരമായ ഒരു വാർത്ത കേട്ടു. ആ ദുഃഖകരമായ ഒരു സംവേദനയോട് മനസ്സ് മിതമായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അവിടെ മനസ്സിന്റെ താളാത്മകത നഷ്ടപ്പെടും. നമുക്ക് അത്യധികം പ്രിയപ്പെട്ട ഒരു വ്യക്തി, കഴിഞ്ഞ നിമിഷം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി, ആ വ്യക്തി ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന് നാം വിശ്വസിച്ച വ്യക്തി അപ്രതീക്ഷിതമായിട്ട് നമ്മെ വിട്ടുപോകുന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ട്. അപ്പൊ ആ സംവേദനയോട് മനസ്സ് അതിവൈകാരികമായി, അതിതീക്ഷ്ണമായിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അവിടെ മനസ്സിന്റെ താളം നഷ്ടപ്പെടുന്നു, ആ വ്യക്തി രോഗത്തിലേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാഹ്യമായിരിക്കുന്ന സംവേദനകളോട് ശരീരവും മനസ്സും എപ്രകാരം പ്രതികരിക്കുന്നു, പ്രതിപ്രവർത്തനം നടത്തുന്നു എന്നതൊരു വ്യക്തിയുടെ ആരോഗ്യത്തിനെ സ്വാധീനിക്കുന്ന വലിയൊരു ഘടകമാണ്. ഇവിടെ മദ്യം എന്താണ് ചെയ്യുന്നത്? മദ്യം ഈ പ്രതിപ്രവർത്തന സിസ്റ്റത്തെ തകരാറിലാക്കും. ബാഹ്യമായിരിക്കുന്ന സംവേദനകളെ, അതിനെ ഒരു നിയന്ത്രിതമായ രീതിയിൽ അതിനോട് പ്രതികരിക്കാനുള്ള ശരീരത്തിന്റെയും മനസ്സിന്റെയും നൈസർഗികമായ കഴിവിനെ മദ്യം ഇല്ലാതാക്കുന്നു. അതുകൊണ്ടാണ് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില സന്ദർഭങ്ങളിൽ അസാമാന്യമായ ധൈര്യം വരുന്നത്. ചില സന്ദർഭങ്ങളിൽ എത്ര കഠിന ഹൃദയനാണെങ്കിലും ആ വ്യക്തി അസാമാന്യമായ രീതിയിലേക്ക് ഒരു സോഫ്റ്റ് ആയിട്ട് മാറുന്നത്. കാരണം ആ പ്രതിപ്രവർത്തന ശേഷിയുടെ ആ താളത്തെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അതിന്റെ ശാസ്ത്രീയമായ വശം നമുക്ക് ശാസ്ത്രീയമായ വിദ്വാൻമാരോട് ചോദിച്ച് ആൽക്കഹോൾ ചേർന്ന പാനീയങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്നത് എന്നും അതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാർ ചോദിച്ച് മനസ്സിലാക്കാം. പക്ഷെ അതിന്റെ തത്വം ഇത്രയാണ്: നമ്മുടെ പ്രതിപ്രവർത്തന ശേഷിയെ അത് പൂർണ്ണമായിട്ടും തകരാറിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ വലിയ നാശത്തിലേക്ക്, വ്യക്തിയുടെ നാശത്തിലേക്കും ആ വ്യക്തി പ്രതിദാനം ചെയ്യുന്ന കുടുംബത്തിന്റെ നാശത്തിലേക്കും ആ കുടുംബം പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിന്റെ നാശത്തിലേക്കും പോകും. അതുകൊണ്ട് സ്വാമി തിരുപ്പാദങ്ങൾ ഗുരുദേവന്റെ ലോകസംഗ്രഹ കർമ്മങ്ങളിൽ ഗുരുദേവൻ എങ്ങനെയാണോ ജാതി വിവേചനത്തെ ശക്തമായി എതിർത്തത്, എങ്ങനെയാണോ അനാചാരത്തെ ശക്തമായി എതിർത്തത്, അതേപോലെ ശക്തമായി എതിർത്ത ഒരു കാര്യമാണ് മദ്യം. ഈ മദ്യത്തിന്റെ വ്യാപകത, കഷ്ടം ദീനം പിടിച്ചോ മധുരേത് കുടിച്ചോ കിടക്കുന്ന എന്ന് ഗുരു പറഞ്ഞു. ഈ മദ്യത്തിന്റെ വ്യാപകത അത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് അത്യന്തം ഭീഷണിയാണെന്ന് ഗുരു മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാത്തത്. നമുക്ക് ആ മദ്യത്തെക്കുറിച്ച് അന്ന് ഗുരുദേവൻ ഇത് എഴുതിയ കാലത്ത് അന്ന് ലഭ്യമായ മദ്യങ്ങളെ കുറിച്ചാണ് 83 ശ്ലോകത്തില് സുര, അഹിഫേനം, വിജയ, ധൂമപത്രം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. കള്ള്, കറുപ്പ്, കഞ്ചാവ്, പുകയില തുടങ്ങിയവയൊക്കെ ഈ മദ്യത്തിന്റെ ഗണത്തിൽ വരുന്നു എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ ഭാഷയിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ MDMA തുടങ്ങിയ മാരകമായ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ സമൂഹത്തെ, വിശിഷ്യ നമ്മുടെ യുവസമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂരെല്ലാം കേന്ദ്രമാക്കി വലിയ രീതിയിൽ MDMA അതിന്റെ വിതരണവും വ്യാപകതയും വളരെ തീവ്രമാണ്. കാരണം ഇതൊരു ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഒരു ലഹരി വസ്തുവാണ്. അപ്പൊ ആ MDMA നമ്മൾ ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും വിധേന അത് കയറി ചെന്നു കഴിഞ്ഞാൽ ഒരു 16-18 എന്തിനു പറയും 24 മണിക്കൂർ വരെ ശരീരം ഓണായിരിക്കും, വളരെ ഊർജ്ജസ്വലമായിരിക്കും, നമുക്ക് എന്ത് പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഈ വിഷയത്തിൽ നല്ല രീതിയിൽ പഠിച്ച ഒരു വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, വിദ്യാർത്ഥിനികൾ, സ്ത്രീകളൊക്കെ, പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നു? പെൺകുട്ടികൾ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവര് പരീക്ഷയുടെ 2 ദിവസം മുമ്പേ ഒക്കെ ഇത് ഉപയോഗിക്കുന്നു, ഈ MDMA ഉപയോഗിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ അവർക്ക് ക്ഷീണമില്ലാതെ ഒരു പ്രകാരത്തിലും
ഉറങ്ങുക പോലും ആവശ്യമില്ലാതെ ക്ഷീണമില്ലാതെ അവർ ഓണായിട്ടിരിക്കും. ആ സമയത്ത് കൂടുതൽ പഠിക്കാമെന്നുള്ള ധാരണകൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് പിന്നീട് ഗുരുതരമായ ശാരീരിക വൈകല്യത്തിലേക്ക് നയിക്കും. അങ്ങനെ മദ്യം ഏത് കാലത്തും അത് ആത്യന്തികമായിട്ട് വ്യക്തിയുടെ നാശത്തിലേക്കാണ് മദ്യം നമ്മെ കൊണ്ട് എത്തിക്കുന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. ഇന്ന് നമ്മൾ മദ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ചരിത്രാതീത കാലം മുതലേ, അത് വേദകാലഘട്ടം മുതലേ മദ്യം മനുഷ്യന്റെയും മനുഷ്യ സമൂഹത്തിന്റെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേദങ്ങളിലൊക്കെ സോമരസത്തെ കുറിച്ച് പരാമർശമുണ്ട്. സോമരസം, സോമലത എന്ന് പറയുന്നൊരു വള്ളിയില്ല. ആ വള്ളി ഇടിച്ചു പിഴിഞ്ഞ് പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്ന ചാറിനെയാണ് സോമരസം എന്ന് പറയുന്നത്. ആ സോമരസം മദ്യമായിട്ട് സേവിച്ച കാര്യങ്ങളൊക്കെ വേദകാലത്ത് പരാമർശമുണ്ട്. മാത്രമല്ല ആ സോമരസം യാഗത്തിൽ, യജ്ഞത്തിൽ ആഹുതിയായിട്ട് കൊടുത്തിരുന്നു. നമ്മൾ എങ്ങനെയാണോ ശാന്തിഹോമം ചെയ്യുമ്പോൾ അതിലേക്ക് എള്ള്, നെയ്യ്, നാളികേരം ആഹുതിയായിട്ട് കൊടുക്കുന്നത്, അതേപോലെ സോമരസമാകുന്ന മദ്യം പോലും ഒരു കാലത്ത് യജ്ഞത്തിൽ ആഹുതിയായിട്ട് കൊടുത്തിരുന്നു. ഇപ്പൊ നമ്മുടെ സോമയാഗം എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ അതിന്റെ മുഖ്യമായ ആഹുതി സോമലതയുടെ ആ നീരാണ്. അത് പിന്നീട് മദ്യമാണെന്നൊക്കെ വിദ്വാൻമാർ പല പക്ഷവും പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും ആ സോമലതയുടെ ഇടിച്ചു പിഴിഞ്ഞ് പ്രത്യേകം തയ്യാറാക്കിയ കൂട്ട് ഒരു പ്രകാരത്തിലുള്ള മദ്യം തന്നെയാണെന്നാണ് സാമാന്യമായിട്ട് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. അപ്പൊ ഈ മദ്യത്തിന്റെ സേവനം നൂറ്റാണ്ടുകളോളം, സഹസ്രാബ്ദങ്ങളോളം മനുഷ്യ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് വിവിധ രൂപങ്ങളെ, ഭാവങ്ങളെ പ്രാപിച്ച് ഏറ്റവും ആധുനികമായ രീതിയിൽ അത്യന്തം അപകടകരമായ രീതിയിലേക്ക് അത് വന്നിരിക്കുക. അതുകൊണ്ട് മദ്യവർജനം എന്നുള്ളത് അനിവാര്യമായ ഒരു ധർമ്മമാണ്. ആ ധർമ്മത്തെ വ്യക്തിപരമായിട്ടും സാമൂഹികപരമായിട്ടും നമ്മൾ ആചരിച്ചേ പറ്റും. അപ്പൊ ഈ ധർമ്മങ്ങളെല്ലാം സംക്ഷിപ്തമാക്കിക്കൊണ്ട് ഗുരു 88-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്: ഇധീരിതം സാധുജനാഭിനന്ദിതം പരോപകൃത്യൈ ലഘുധർമ്മ പഞ്ചകം ഇദം തദവ്യാഹതമാചരന്തി യേ പരം സുഖം യാന്തി പരത്ര ചേഹതേ. പരോപകൃതൈ സാധുജന അഭിനന്ദിതം ലഘുധർമ്മ പഞ്ചകം. ഈ ധർമ്മപഞ്ചകത്തിന് ഗുരുദേവൻ രണ്ട് വിശേഷണം കൊടുത്തു. ഒന്നാമത്തെ വിശേഷണം, ഈ ധർമ്മപഞ്ചകം പരോപകാരത്തിന് വേണ്ടിയുള്ളതാണ്. സാധുജന അഭിനന്ദിതം, സജ്ജനങ്ങളാൽ പ്രകീർത്തിക്കപ്പെട്ട ഒന്നാണ് ഈ ധർമ്മപഞ്ചകം. അതിനാല് എന്ത് ചെയ്യണം? തത് അവ്യാഹിതം ഇതം ഏ ആചരന്തി, ഏത് വ്യക്തിയാണോ നിർഭയമായിട്ട് ശുദ്ധമായിട്ട് ഈ ധർമ്മപഞ്ചകത്തെ ആചരിക്കുന്നത്, ജീവിതത്തിൽ കൊണ്ടുവരുന്നത്, തേ ഇഹ പരത്രച്ച പരം സുഖം യാന്തി, ആ വ്യക്തി ഈ ജന്മത്തിലും അസ്മിൻ ജന്മനി, ഈ ജന്മത്തിലും വരാൻ പോകുന്ന ജന്മമുണ്ടെങ്കിൽ അതിലും വരാൻ പോകുന്ന കാലഘട്ടത്തിലും പരമമായ സുഖത്തെ അനുഭവിക്കുന്നു എന്ന് ഗുരു പറയുക. അപ്പോ നമുക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ ഈ ധർമ്മപഞ്ചകം അനുഷ്ഠിക്കാൻ എളുപ്പമാണെന്ന് തോന്നും, പക്ഷെ കഠിനമാണ്. എങ്കിൽ കൂടിയും, കഠിനമാണെങ്കിൽ കൂടിയും ഗുരുവിന്റെ നിർദ്ദേശമാണെന്ന് മനസ്സിലാക്കി ആ ധർമ്മപഞ്ചകത്തെ സ്വജീവിതത്തിൽ, അഹിംസ, സത്യം തുടങ്ങിയ ആ 5 ഗുണങ്ങളെയും സ്വജീവിതത്തിൽ ആചരിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ പ്രകാരത്തിലുമുള്ള സുഖം എല്ലാ ജന്മങ്ങളിലും വന്നു ചേരുമെന്ന് ഗുരു പറഞ്ഞുകൊണ്ട് ധർമ്മപഞ്ചകം ഉപസംഹരിക്കുക. അടുത്ത അനുഷ്ഠാന പഞ്ചകമാണ് ശുദ്ധി പഞ്ചകം. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പല പ്രകാരത്തിലും കേൾക്കുകയും മനനം ചെയ്യുകയും ചെയ്തത് കാരണം നമ്മൾ സവിസ്തരമായിട്ട് പറയുന്നില്ല. നമ്മളതിന്റെ അർത്ഥം മാത്രം ചിന്തിച്ചു പോകുന്നു. ശുദ്ധി പഞ്ചകം, ശ്ലോകം 89. അധാത സംപ്രവക്ഷ്യാമി സംക്ഷേപാത് ശുദ്ധി പഞ്ചകം ശൃണുധ്വം അവധാനേന ക്രമശഃ ശുദ്ധി തത്പരാ. അതാത, അതിനുശേഷം, ഇതിനുശേഷം ധർമ്മപഞ്ചകത്തെ പറഞ്ഞതിന് ശേഷം ശുദ്ധി പഞ്ചകം സംക്ഷേപാത് സംപ്രവക്ഷ്യാമി, ശുദ്ധി പഞ്ചകത്തെ സംക്ഷിപ്തമായിട്ട് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. ക്രമശഃ അവധാനേന ശൃണുധ്വം, അല്ലയോ ശിഷ്യന്മാരെ, നിങ്ങൾ ശ്രദ്ധയോടുകൂടി ക്രമമായിട്ട് ഇതിനെ കേട്ടാലും ശ്രദ്ധിച്ചാലും എന്ന് ഗുരു പറയുക. എന്നിട്ട് എന്തൊക്കെയാണ് ശുദ്ധി പഞ്ചകങ്ങൾ എന്ന് 90-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു.
കായവാക്ചേതസാം ശുദ്ധിരിന്ദ്രിയാണാം ഗൃഹസ്യ ച സംക്ഷേപാൻ മർത്യവർഗസ്യ പഞ്ചൈകാ ശുദ്ധയ സ്മൃതാ. സംക്ഷേപം ചുരുക്കി പറയുകയാണെങ്കിൽ മർത്യവർഗസ്യ മനുഷ്യന് 5 പ്രകാരത്തിലുള്ള ശുദ്ധികളെ അനുഷ്ഠിക്കണം. ഏതൊക്കെയാണ്? കായവാക് ചേതസാം ശുദ്ധി ഇന്ദ്രിയാണാം ഗൃഹസ്യ ച. ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി എന്നിവയാണ് 5 പ്രകാരത്തിലുള്ള ശുദ്ധികൾ എന്ന് ഗുരു പറയുന്നു. ഗുരുദേവൻ തീർത്ഥാടനത്തിന് അനുമതി കൊടുത്ത വേളയിൽ തീർത്ഥാടകരായി വരുന്ന ഭക്തന്മാർ ഈ പഞ്ചശുദ്ധികൾ അനുഷ്ഠിക്കണമെന്ന് വിശേഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചതയവ്രതം തുടങ്ങിയ വ്രതങ്ങൾ എടുക്കുന്ന വേളയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്രതങ്ങൾ എടുക്കുന്ന വേളയിൽ ഈ പഞ്ചശുദ്ധി അനുഷ്ഠിക്കണം. പഞ്ചശുദ്ധി അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ആ വ്രതത്തെ പൂർണ്ണമാക്കുന്ന ഘടകം. പഞ്ചശുദ്ധി അനുഷ്ഠിക്കാതെ ഒരു വ്രതവും എടുക്കരുത്. അപ്പൊ എന്തൊക്കെയാണ് പഞ്ചശുദ്ധികൾ? ഈ പറഞ്ഞത് തന്നെ: ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി. ഇതില് ആദ്യത്തെ 4 അതായത് ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി എന്നീ ആദ്യത്തെ 4 ഒരു വ്യക്തിയുടെ ശുദ്ധിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന ഒന്നാണ്. ഗൃഹശുദ്ധി എന്നുള്ളത് സാമൂഹ്യ ശുദ്ധിയെ കാണിക്കുന്നതാണ്. സാമൂഹ്യപരമായ സമാജത്തെ സൂചിപ്പിക്കുന്ന രീതിയിൽ സാമൂഹ്യ ശുദ്ധിയെ കാണിക്കുന്നതാണ് 5ാമത്തെ ശുദ്ധിയായ ഗൃഹശുദ്ധി. ഇനി നോക്കൂ, ശരീരശുദ്ധി. ഇപ്പൊ നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് 3 പ്രകാരത്തിലുള്ള കർണങ്ങൾ കൊണ്ടാണ്. ത്രികർണങ്ങളാൽ എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 കർണമാണ് ശരീരം, വാക്ക്, മനസ്സ്. അപ്പൊ ഈ 3 കർണങ്ങളുടെയും ശുദ്ധിയെ സൂചിപ്പിക്കുവാനാണ് ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി ശരീരശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരീരികമായ വ്യക്തിത്വം അത് ശുദ്ധമായിരിക്കും. വാക്ശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്ക് എന്നുള്ളത് സൂചിപ്പിക്കുന്നത് കർമ്മേന്ദ്രിയങ്ങളെയാണ്. വാക്കൊരു കർമ്മേന്ദ്രിയമാണ്. വാക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്നീ 5 കർമ്മേന്ദ്രിയങ്ങളിൽ വാക്കിനെ മാത്രം ഒരു ഉപലക്ഷണയായിട്ട് എടുത്തിട്ട് ബാക്കി എല്ലാ കർമ്മേന്ദ്രിയങ്ങളെയും അതിൽ സൂചിപ്പിക്കുക. അപ്പൊ വാക് ശുദ്ധി എന്നതിലൂടെ നമുക്ക് വാക്കിന്റെ മാത്രം ശുദ്ധിയെ മനസ്സിലാക്കാം. ഉപലക്ഷണാർത്ഥത്തില് കർമ്മേന്ദ്രിയങ്ങളുടെ മുഴുവൻ ശുദ്ധിയായിട്ട് മനസ്സിലാക്കാം. വാക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളുടെ മുഴുവൻ ശുദ്ധിയായിട്ട് മനസ്സിലാക്കാം. ഇനി മനഃശുദ്ധി എന്ന് പറയുന്നു. മനഃശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധകരണത്തിന്റെ ശുദ്ധി. മനസ്സ്, ബുദ്ധി, ചിത്തം തുടങ്ങിയ അന്ധകരണത്തിന്റെ ശുദ്ധിയെ മനഃശുദ്ധിയായിട്ട് മനസ്സിലാക്കാം. ഇന്ദ്രിയശുദ്ധി 4ാമത്തേത് ആണ് ഇന്ദ്രിയശുദ്ധി. ഈ ഇന്ദ്രിയശുദ്ധിയെ നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങളുടെ ശുദ്ധിയായിട്ട് മനസ്സിലാക്കാം. കാരണം വാക്ശുദ്ധി എന്നുള്ളതിലെ വാക്കും ഒരു ഇന്ദ്രിയമാണ്. അപ്പൊ വീണ്ടും ഇന്ദ്രിയശുദ്ധി എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ ഈ 4ാമത് പറഞ്ഞിരിക്കുന്ന ഇന്ദ്രിയശുദ്ധിയിലൂടെ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊട്ട് തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങൾ, നമ്മൾ ഈ ലോകത്ത് നിന്ന് അറിവുകളെ ഗ്രഹിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളുടെ ശുദ്ധിയായിട്ട് മനസ്സിലാക്കാം. അപ്പൊ 2ാമത്തെ വാക്ശുദ്ധി കർമ്മേന്ദ്രിയങ്ങളാണ്. 4ാമത്തെ ഇന്ദ്രിയശുദ്ധി എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളുടെ ശുദ്ധിയാണ്. ഇപ്രകാരം നമുക്ക് ഇതിനെ ക്രമീകരിക്കാം. ഇനി എന്താണ് ശുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം? ശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈർമല്യ സമ്പാദനമാണ് ശുദ്ധി. നൈർമല്യ സമ്പാദനം ഇത് ശുദ്ധി. നൈർമല്യ സമ്പാദനത്തെ ശുദ്ധി എന്ന് പറയുന്നു. എന്താണ് നൈർമല്യം എന്ന വാക്കിന്റെ അർത്ഥം? മലം ഇല്ലാത്ത അവസ്ഥ. അപ്പൊ അശുദ്ധി എന്ന് പറയുന്നതിന് താല്പര്യം ഒന്നിനോട് മറ്റൊന്ന് കൂടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് അശുദ്ധി. ഒന്ന് അതിന്റെ തനത് ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിനെ ശുദ്ധി എന്ന് പറയും. കലർപ്പുള്ള അവസ്ഥയിലാണ് നമ്മൾ ഒന്നിനെ അശുദ്ധി എന്ന് പറയുന്നത്. ഒരു വെള്ളം, ജലം, ആ ജലത്തിന് പുറമേ നിന്നുള്ള കലർപ്പ് കൂടിച്ചേരുമ്പോഴാണ് അതിന് അശുദ്ധമായ വെള്ളം എന്ന് പറയുന്നത്. എല്ലാ കലർപ്പും പൊടിപടലങ്ങളും മാറ്റിക്കഴിഞ്ഞാൽ ആ വെള്ളം നമ്മൾ ശുദ്ധമായ വെള്ളം എന്ന് പറയും. ഈ പൊടിപടലങ്ങളെ, ഈ കലർപ്പിനെയാണ് മലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള മലം, ആ ശരീരത്തിലുള്ള മലത്തെ നീക്കുന്നതിനെ എന്ത് പറയുന്നു? ശരീരശുദ്ധി എന്ന് പറയുന്നു. നമ്മുടെ വാക്കിലുള്ള മലത്തെ നീക്കുന്നതിനെ വാക്ശുദ്ധി എന്ന് പറയുന്നു. യഥാക്രമം അതാത് ഇന്ദ്രിയങ്ങളിൽ കൂടിച്ചേർന്നിരിക്കുന്ന, കലർന്നിരിക്കുന്നവയെ എന്തു പറയുന്നു? മാലിന്യങ്ങൾ എന്ന് പറയും. ആ മാലിന്യങ്ങളെ നീക്കുകയാണ്
ശുദ്ധി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ് ശുദ്ധി? നൈർമല്യ സമ്പാദനമാണ് ശുദ്ധി. അപ്പൊ ഈ ശുദ്ധികളിൽ, ശുദ്ധി പ്രക്രിയയിൽ ഏറ്റവും ആദ്യത്തെ ശുദ്ധിയാണ് ദേഹശുദ്ധി. ദേഹശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു അതിന് നിർവചനം കൊടുക്കുകയാണ്. നിത്യം ശുദ്ധോദക സ്നാനം മലസ്രോതോ വിശോധനം ശുദ്ധിർഗന്ധനഗാനാം ച ശുദ്ധവസ്ത്രസ്യ ധാരണം ശുദ്ധസ്യ വായോർഭോജസ്യ ജലസ്യാപി നിഷേവണം കരപാദാദി സംശുദ്ധിർ ദേഹശുദ്ധിരിതീയതേ. അപ്പൊ ദേഹശുദ്ധി എന്താണെന്ന് ഗുരു ആദ്യമായിട്ട് പറയുന്നത് ശുദ്ധോദക സ്നാനം, ശുദ്ധമായ ജലത്തിലുള്ള കുളി, നിത്യവും ശുദ്ധമായ ജലത്തിൽ കുളി. ഇപ്പൊ ശുദ്ധമായ ജലം എന്ന് പറയുന്നത് അതാത് ദേശകാലങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ഹിതകരമായി തീരുന്ന വെള്ളത്തെയാണ് ശുദ്ധവെള്ളം എന്ന് പറയുന്നത്. ഇപ്പൊ തണുത്ത വെള്ളമാണ് ശുദ്ധവെള്ളമെന്നോ അല്ലെങ്കിൽ ചൂടുവെള്ളമാണ് ശുദ്ധവെള്ളം എന്ന് പറയാൻ സാധിക്കില്ല. അത് ദേശകാലങ്ങൾക്കനുസരിച്ചാണ്. നമ്മൾ ഉത്തരാഖണ്ഡിൽ പോയി -5 ഡിഗ്രി തണുപ്പ്, അപ്പൊ ഗംഗയിൽ ഒന്ന് കുളിച്ചു കളയാം എന്ന് കരുതി ഗംഗയിൽ മുങ്ങിക്കുളിച്ചാൽ നമ്മൾ തളർന്ന് കിടപ്പിലാവും. നമുക്കറിയാം, നമ്മൾ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സമയത്ത് ഒരു സന്യാസി നല്ല തണുപ്പില്, വളരെ നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയില് ഗംഗയിൽ പോയി കുളിച്ചു. 1, 2, 3 ദിവസം കുളിച്ചു. പുള്ളി പറഞ്ഞു, കുളിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലൊക്കെ വലിയൊരു സുഖം അനുഭവപ്പെടുന്നു പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 1 വർഷം മൊത്തം തളർന്നു പോയി. തളർന്ന് കുറെ കാലം കിടപ്പിലായി, അവസരം നേരെയായി. അപ്പൊ പറഞ്ഞു വരുന്നത് ശുദ്ധോദക സ്നാനത്തിന്റെ അർത്ഥം ദിവസവും രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കണം, ചൂടുവെള്ളം ഉപയോഗിക്കണം, അങ്ങനെയൊന്നുമില്ല. ദേശകാലങ്ങൾക്കനുസരിച്ച് നമുക്ക് ഹിതമായ രീതിയിലുള്ള വെള്ളം കൊണ്ടുള്ള കുളി, നിത്യവും കുളി, നിത്യവും പ്രഭാതത്തിലും അതേപോലെ വൈകുന്നേരം, 2 നേരവും നിത്യവും കുളിക്കണം. ഈ കുളിയെക്കുറിച്ച് ആയുർവേദത്തിൽ വിസ്തരിച്ച പ്രതിപാദനം തന്നെയുണ്ട്. എങ്ങനെയാണ് കുളിക്കേണ്ടത്, ഏത് സമയത്ത് കുളിക്കണം, അതിന്റെ രീതികൾ എന്തൊക്കെ, അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. അപ്പൊ കുളി എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ പക്ഷം രാവിലെയും വൈകിട്ടും 2 നേരം ശുദ്ധമായ ജലത്തിൽ കുളിക്കുക. ഇതാണ് ശരീരശുദ്ധിയുടെ ഏറ്റവും പ്രാരംഭമായ ഘട്ടം. ഇനിയോ ശുദ്ധ വസ്ത്രസ്യ ധാരണം, ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിക്കുക. ശുദ്ധമായ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ മര്യാദയ്ക്ക് ഇണങ്ങുന്ന രീതി, നാം പ്രതിദാനം ചെയ്യുന്ന സമൂഹം ഏത് മര്യാദയാണോ അനുവർത്തിക്കുന്നത് ആ മര്യാദയോടുകൂടി ചേരുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണ് നാം ചെയ്യേണ്ടത്. അത്. 2, നിത്യവും അലക്കിയ വസ്ത്രങ്ങൾ, അലക്കി തേച്ച വസ്ത്രങ്ങൾ എന്ന് പറയാം. ഇസ്തിരിടാൻ കഴിഞ്ഞില്ലെങ്കിൽ നിത്യവും അലക്കിയ വസ്ത്രങ്ങൾ. ഒരു കാരണവശാലും നാം ഇന്ന് ധരിച്ച വസ്ത്രം അത് അലക്കാതെ നാളെ ധരിക്കരുത്. നമ്മൾ പലപ്പോഴും എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇന്ന് ധരിച്ച വസ്ത്രം നാളെയും ധരിക്കുന്നു, മറ്റന്നാളും ധരിക്കുന്നു. അപ്പൊ എല്ലാ ദിവസവും അലക്കിയ വസ്ത്രങ്ങൾ ധരിക്കണം. അത് സമൂഹത്തിന്റെ മര്യാദയോടുകൂടി ചേർന്നിരിക്കുന്ന വസ്ത്രങ്ങളായിരിക്കണം. ഇതിനെയാണ് ശുദ്ധ വസ്ത്രസ്യ ധാരണം എന്ന് പറയുന്നത്. അപ്പൊ ശരീരശുദ്ധിയുടെ 1ാമത്തെ ഘടകമാണ് ശുദ്ധോദക സ്നാനം, 2ാമത്തെ ഘടകമാണ് ശുദ്ധ വസ്ത്രസ്യ ധാരണം, 3ാമത്തെ ഘടകമാണ് ശുദ്ധസ്യ വായോഹോ ഭോജസ്യ ജലസ്യ അഭി നിഷേവണം. ശുദ്ധമായ വായു, ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ ജലം, ഇതിനെ അനുഭവിക്കുക. ശുദ്ധമായ വായുവിനെ ശ്വസിക്കുക. നമ്മുടെ മുറികളിൽ എപ്പോഴും വായു സഞ്ചാരം വേണം. അടച്ചിട്ട മുറികളിൽ ദീർഘനേരം ഇരിക്കരുത്. ശുദ്ധമായ വായുവിനെ അനുഭവിക്കുക. ആഹാരം ശുദ്ധമായിരിക്കണം. ആഹാരം ശുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരത്തിന്റെ ശുദ്ധിയെ നമുക്ക് ഇപ്പൊ ഹൈജീനിക് എന്ന അർത്ഥത്തിൽ ആഹാരത്തിന് അണുക്കളോ മറ്റോ ഉണ്ടാകരുത് എന്നും മനസ്സിലാക്കാം. അതേസമയം നാം കഴിക്കുന്ന ആഹാരം നമ്മുടെ മനസ്സിനെ സാത്വികമായ ഭാവത്തിലേക്ക് ഉയർത്തണം. സാത്വികമായ ഭാവത്തിലേക്ക് ഉയർത്തുന്ന ആഹാരത്തെയും ശുദ്ധം എന്ന് പറയാം. അല്ലാതെ ആഹാരം വളരെ ഹൈജീനിക് ആണ്, പക്ഷെ ആ ആഹാരം കഴിച്ചാൽ നമ്മുടെ മനസ്സിനെ അത് വല്ലാത്ത രീതിയിലുള്ള രാജസിക ഭാവത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെയുള്ള ആഹാരത്തെ ശുദ്ധമായ ആഹാരം എന്ന് പറയാൻ സാധിക്കും. ആ ആഹാരം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ഒരു ആഹാരം ഉണ്ടാക്കുമ്പോൾ ആ ഉണ്ടാക്കുന്ന വ്യക്തിയുടെ മാനസിക അവസ്ഥ പോലും ആ ആഹാരത്തിൽ സ്വാധീനിക്കുമെന്ന് ചില മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. ഒരു വ്യക്തി അത്യധികമായ ദേഷ്യത്തോടു കൂടി വെറുപ്പോടു കൂടി ഒരു ആഹാരം ഉണ്ടാക്കി വരുന്നു. ആ ആഹാരം നമ്മൾ കഴിക്കുകയാണെങ്കിൽ
ആ ആഹാരത്തിന്റെ സൂക്ഷ്മമായ ഒരു സ്വാധീനം, ആ വ്യക്തിയുടെ മനസ്സിന്റെ സ്വാധീനം ആ ആഹാരത്തിനുണ്ട്. അത് നമ്മുടെ മനസ്സിനെയും സ്വാധീനിക്കും. നമ്മൾ നോക്കൂ, നമുക്ക് വളരെ പ്രിയപ്പെട്ട ആളുകൾ, നമുക്ക് അത്യധികം സ്നേഹം തോന്നുന്ന ആളുകൾ ഉണ്ടാക്കിയ ഭക്ഷണപദാർത്ഥം അത് എന്തായാലും അതിന് രുചി പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ കൂടി നാം അത് കഴിക്കുമ്പോൾ നമുക്ക് അതീവ രുചിയുള്ളതായിട്ട് അനുഭവപ്പെടും. കാരണം എന്താണ്? ആ മനസ്സിന്റെ സ്നേഹം കൂടി ആ ആഹാരത്തിലുണ്ട്. നേരെമറിച്ച് നമ്മോട് യാതൊരു സ്നേഹവുമില്ല, നമ്മോട് യാതൊരു ബഹുമാനമില്ലാത്തൊരു വ്യക്തി എത്ര ശുദ്ധിയായ ഭക്ഷണം, എത്ര ടേസ്റ്റായ ഭക്ഷണം ഉണ്ടാക്കി തന്നാലും അത് കഴിച്ചാൽ നമുക്ക് ഭക്ഷണം കഴിച്ചെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ ആ ഒരു സുഖാനുഭവം ഉണ്ടാവില്ല. അതിന് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുടെ മനസ്ഥിതി ആ ഭക്ഷണത്തെ സ്വാധീനിക്കുന്നു. ചില പ്രസ്ഥാനങ്ങൾ, ചില ആത്മീയ പ്രസ്ഥാനങ്ങൾ, ഭാരതത്തിലെ ചില വൈഷ്ണവ പ്രസ്ഥാനങ്ങൾ, അതേപോലെ ചില ആത്മീയ പ്രസ്ഥാനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഭക്ഷണം എന്നുള്ളതിന് വലിയ പ്രാധാന്യമുള്ളതാണ് കാണുന്നത്. ചില പ്രസ്ഥാനങ്ങളൊക്കെ അവരുടെ ശക്തമായ നിയമമാണ് ഒരു പ്രകാരത്തിലും മറ്റൊരാൾ ഉണ്ടാക്കിയത്, അതായത് ആ പ്രസ്ഥാനത്തിന്റെ ആശ്രമങ്ങളിലോ അല്ലെങ്കിൽ സ്വന്തം രീതിയിലോ പാചകം ചെയ്ത ഭക്ഷണമല്ലാതെ മറ്റൊരു വ്യക്തി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കരുത് എന്ന് നിയമമുള്ള പല പ്രസ്ഥാനങ്ങളും ഇന്ത്യയിലുണ്ട്. രാജസ്ഥാനിൽ ആസ്ഥാനമായിട്ടുള്ള വലിയൊരു പ്രസ്ഥാനം, ഭാരതം മുഴുവൻ ശാഖാമഠങ്ങളിലൂടെ വ്യാപിച്ച വലിയൊരു ആത്മീയ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ഡിവോട്ടീസ് ഉണ്ട്. ഈ ലക്ഷക്കണക്കിന് ഡിവോട്ടീസ് നമ്മുടെ ശിവഗിരിയിൽ പോകുന്ന പോലെ അവരുടെ തീർത്ഥാടന കേന്ദ്രമുണ്ട് രാജസ്ഥാൻ, വലിയ ആശ്രമമാണ്. അവിടേക്ക് എല്ലാ സീസണിലും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ പ്രസ്ഥാനത്തിന്റെ നിയമമാണ് ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാത്ത ഒരു വ്യക്തി ഉണ്ടാക്കിയ ആഹാരം കഴിക്കരുത്. ആ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ശാഖാമഠങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയ ആഹാരം കഴിക്കാം, അല്ലെങ്കിൽ സ്വന്തം കൈകൊണ്ട് കഴിക്കാം. ഹോട്ടലിൽ നിന്നോ ബാഹ്യമായുള്ള ഒരു സ്ഥലത്തുള്ള ഒരു ആഹാരവും കഴിക്കരുത് എന്ന് കർശന നിയമമാണ്. നമ്മൾ ഒരിക്കലും ഈ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനത്ത് പോയി, രാജസ്ഥാനിൽ ആസ്ഥാനത്ത് പോയ സമയത്ത് ഏതാണ്ട് 1.5 ലക്ഷം അനുയായികൾ, ഇവരുടെ അനുയായികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കിച്ചൺ ഒരു 50,000-ത്തിന് മുകളിൽ പേർക്ക് ഇരിക്കാവുന്ന വലിയ ഡൈനിങ് ഹാളാണ്. അത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന വലിയ കിച്ചണാണ്, വലിയ കിച്ചൺ. അപ്പൊ ആ വലിയ കിച്ചണിലേക്ക് അവര് പുറമേ ആരെയും കടത്തി വിടില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോ ആ കിച്ചണിൽ ശമ്പളത്തിന് പൈസ കൊടുത്ത് പാചകം ചെയ്യുന്ന ഒരു ജോലിക്കാരൻ പോലുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, 50,000 പേർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്, 5-10 പേർക്കല്ല. ഈ ഭക്ഷണം മുഴുവൻ ഉണ്ടാക്കുന്നത് ആ ആശ്രമത്തിലെ ബ്രഹ്മചാരിമാരാണ്, സന്യാസിമാരാണ്. ഒരു വലിയ സോളാർ ഹീറ്ററൊക്കെ വെച്ച് ആ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു. എന്നിട്ടോ പരിപൂർണമായ നിശ്ചയതയാണ്. അവരൊരു സ്പീക്കറിൽ മുഴുവനായിട്ട് ഓംകാരം ഓം ഓം എന്നിങ്ങനെ മുഴങ്ങുന്നുണ്ടായിരുന്നു കാസറ്റിൽ. ആ ഓംകാരം അടുക്കളയിൽ മുഴുവനും മുഴങ്ങുന്നു. അവർ പരസ്പരം സംസാരിക്കുന്നില്ല, വളരെ ധ്യാനാത്മകമായ ഭാവത്തിൽ ഭക്ഷണം ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ ഒരു ഭക്ഷണം നാം സേവിക്കുകയാണെങ്കിൽ, കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആധുനിക ടെക്നോളജിയുടെ ഭാഷയിൽ അതിന് സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷെ ആത്മീയ ഭാഷയിൽ ആ ഭക്ഷണത്തിന്റെ ഒരു സാത്വിക ഭാവം വളരെ ഉയർന്നതായിരിക്കും. ഞാൻ ഇത്രയും പറഞ്ഞത്, ഭക്ഷണത്തിന്റെ ശുദ്ധി എന്ന് പറയുന്നത് ആ ഭക്ഷണം ഹൈജീനിക് ആയിരിക്കണം, ആ ഭക്ഷണം സാത്വികമായിരിക്കണം, ആ ഭക്ഷണം ഉണ്ടാക്കുന്ന വ്യക്തി, നമ്മൾ ഉണ്ടാക്കിയാൽ പോലും ആ വ്യക്തിയുടെ മനസ്സും ശുദ്ധമായിരിക്കും. ഇതെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ അതിനെന്ത് പറയാം? ശുദ്ധമായ ഭോജനം എന്ന് പറയാം, ശുദ്ധമായ ആഹാരം. ശുദ്ധസ്യ ജലസ്യ അഭി, നല്ല ശുദ്ധമായ ജലം കഴിക്കണം, അണുവിമുക്തമായ ശുദ്ധമായ ജലം കഴിക്കണം. ഇതിനെന്ത് പറയാം? ഇതിനെയും ശരീരശുദ്ധിയുടെ ഘടകമായിട്ട് പറയാം. ശുദ്ധസ്യ വായോഹോ ശുദ്ധസ്യ ഭോജസ്യ ശുദ്ധസ്യ ജലസ്യ അഭി നിഷേവണം എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നു. കരപാതാദി സംശുദ്ധി, കൈകളും കാലുകളും ദന്തനഗാനാം ശുദ്ധി, ഇതൊക്കെ കുളിയിൽ വരുന്നു. ശുദ്ധോദക സ്നാനത്തിൽ ഇതെല്ലാം ഉൾപ്പെടുന്നത് കൊണ്ട് അതിനെ പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പൊ ഇത്രയും കാര്യത്തിൽ എന്ത് പറയുന്നു? ദേഹശുദ്ധി എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ദേഹശുദ്ധി? ശുദ്ധോദക സ്നാനം പ്ലസ് ശുദ്ധ വസ്ത്രസ്യ ധാരണം, വായോഹോ ഭോജസ്യ ജലസ്യ അഭിനിഷേവണം, കരപാതാദി സംശുദ്ധി. ഇതിനെല്ലാം ഗുരുദേവൻ ദേഹശുദ്ധി എന്ന് പറയും. അപ്പൊ ഈ ദേഹശുദ്ധിയെ നിത്യവും അനുഷ്ഠിക്കാൻ വേണ്ടി പറയുന്നു. അടുത്തത് വാക്ശുദ്ധിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.